ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് നെത്തോലി മീൻ കറി വയ്ക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ വയ്ക്കാൻ അറിയാമെന്നൊക്കെ എനിക്കറിയാം. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. രാവിലെ ഞാൻ നോക്കി അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പകലൊന്നും മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇതാ രാത്രിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നത്തോലി മീൻ കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം. എല്ലാവരും എൻ്റെ കൂടെ പോരുന്നുണ്ടോ? എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ. ഹലോ കൂട്ടുകാരെ, നെത്തോലി മീൻ കറി വയ്ക്കുന്നതിൽ എന്തൊക്കെയാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പച്ചമുളക്, ടൊമാറ്റോ അരിഞ്ഞെടുത്തത്, മുരിങ്ങക്കായ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പുളി പിഴിഞ്ഞെടുത്തത്. ഇനി നെത്തോലി മീൻ കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. നെത്തോലി മീൻ കറി വയ്ക്കുന്നതിന് അതിൻ്റെ കൂട്ട് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. തേങ്ങ തിരുമിയെടുത്തത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, ഇത് ഇത്രയും മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. നെത്തോലി മീൻ കറി വയ്ക്കുന്നതിൻ്റെ കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ, മുരിങ്ങയ്ക്കായ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പുളി, ഉപ്പ്, പിന്നെ ഉലുവപ്പൊടി, ലേശം കുരുമുളക് പൊടി, ഇതൊക്കെ ചേർക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂട്ടുകാരെ, നെത്തോലി മീൻ കറി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള നെത്തോലി നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ കറി വെച്ച് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നെത്തോലി മീൻ കറി വയ്ക്കുന്നതിന് വേണ്ടുന്ന കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം, മുരിങ്ങയ്ക്കായ, പുളി പിഴിഞ്ഞെടുത്തത്, പുളിയും ഉപ്പും കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നോക്കിയതിന് ശേഷം മാത്രമേ പുളിയും ഉപ്പും വീണ്ടും ചേർക്കാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് പുളിയും ഉപ്പും ഒക്കെ, അപ്പോൾ അതനുസരിച്ച് ഒഴിക്കണം. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. ഇതെല്ലാം ഇട്ട് ഈ കൂട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചിടാവേ, കുറച്ച് മീൻ ഇട്ടതിന് ശേഷം നമുക്കിടാവേ. ഇതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ഇതിൽ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് മിക്സിയിൽ അരച്ചെടുത്തു. ആ കൂട്ടിലേക്ക് നമ്മൾ ടൊമാറ്റോയും മുരിങ്ങയ്ക്കായും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പുളി പിഴിഞ്ഞെടുത്തത്, ഉപ്പ് ഇത്രയും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. എല്ലാവർക്കും ഈ കറിയെല്ലാം വയ്ക്കാൻ അറിയാം. എന്നാലും എനിക്കറിയാമെന്നുള്ളതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഇതിൽ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം. നിങ്ങൾ പറയുന്ന പോലെ ഞാനും ഒന്ന് കറിയൊക്കെ വെച്ച് നോക്കാം. നമ്മുടെ നെത്തോലി മീനിൻ്റെ കൂട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്കാണ് നമുക്ക് നെത്തോലി മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അതിന് മുന്നേ ഇതിൽ കുറച്ച് ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കണം. അത് ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. കൂട്ടുകാരെ, നമ്മുടെ നെത്തോലി മീൻ വയ്ക്കുന്ന കൂട്ടിലേക്ക് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി. അതുപോലെ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടി ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ചേർന്നതിന് ശേഷം നമുക്കിതിലേക്ക് നെത്തോലി മീൻ ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ പുളിയും ഉപ്പും ഒക്കെ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും പുളിയും കറക്റ്റ് ആണെങ്കിൽ ഇടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കണേ. ഞാൻ നെത്തോലി മീൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനി നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. കൂട്ടുകാരെ, നമ്മുടെ നെത്തോലി മീൻ പാകമായി വന്നിട്ടുണ്ട്. നെത്തോലി മീൻ കറി നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ എണ്ണ എല്ലായിടത്തും വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നെത്തോലി മീൻകറി പാകമായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നെത്തോലി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നെത്തോലി മീനിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം, പാകത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് ഈ നെത്തോലി മീൻ നന്നായിട്ട് മസാല യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചതച്ചെടുത്തതാണ്. ഇതും കൂടെ ഇതിൽ നെത്തോലി മീനിലിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് വരാം.
നെത്തോലി മീൻ ഫ്രൈ ചെയ്യേണ്ട മസാലക്കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 10-20 മിനിറ്റ് വരെ നമുക്കത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ നെത്തോലി മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? ആ എണ്ണയൊക്കെ കറിയുടെ പുറത്തിങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? ഇതാണ് കറി പാകമാകുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നെത്തോലി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂട്ടുകാരെ, ഞാൻ നെത്തോലി മീൻ ഫ്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല ചേർത്ത് ചെയ്യുന്ന ഈ നെത്തോലി മീൻ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കുറച്ച് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടേണ്ടത്. എണ്ണയൊന്നും തെറിക്കാതെ തിളച്ച് എണ്ണയൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെ കയ്യിലൊന്നും തെറിക്കാതെ വേണം ഇത് ഇടേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്കും ഞാനെൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. കൂട്ടുകാരെ, നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീനിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കുറേശ്ശെ എടുത്തിട്ട് വേണം മറിച്ചിടാൻ, അല്ലെങ്കിൽ അതൊന്ന് പൊടിഞ്ഞു പോകും. ഇങ്ങനെ മറ സൈഡും കൂടെ മറച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇതെല്ലാം ഇങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. എന്നിട്ട് ഞാനിത് കാണിച്ചു തരാവേ. ഞാൻ ആ സമയം കൊണ്ട് പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെ എല്ലാം വൃത്തിയാക്കി. നമ്മളെപ്പോൾ ജോലി ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലിയെല്ലാം നല്ല എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. എപ്പോഴും നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ അവിടെ നല്ല വൃത്തിയായിട്ടിട്ട് വേണം പാചകം ചെയ്യേണ്ടത്. കൂട്ടുകാരെ, നമ്മുടെ നെത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഹലോ കൂട്ടുകാരെ, ഞാൻ ഉണ്ടാക്കിയ നെത്തോലി മീൻ ഫ്രൈ ചെയ്തതും കറി വെച്ചതുമാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇത് കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കണേ. പിന്നെ ഞാനിതിൽ എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഈ കറികളെല്ലാം ഉണ്ടാക്കുന്നത്. ഞാനുണ്ടാക്കുന്ന പാചകങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഇതെടുത്ത് കഴിക്കണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.